ഒരു തവണ വിശുദ്ധ റമദാനിലെങ്കിലും ഒരു തവണ ഖതം തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുന്ന നമ്മൾ 5 വഖത്ത് ഓരോ വഖത്തിലായി 4 പേജ് നമ്മൾ ഓതി തീർത്താൽ ഒരു ദിവസം നമുക്ക് ഒരു ജുസ് ഓതി തീർക്കാൻ സാധിക്കും. ഒരു ദിവസം ഒരു ജുസ് ഓതി തീർത്താൽ റമദാനിലെ 30 ദിവസം കൊണ്ട് ഒരു ഖതം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു ഖതമെങ്കിലും ഈ റമദാനിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, വഖാല റസൂലു യാ ഖൗം ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. വിശുദ്ധ ഖുർആൻ നാളെ വിളിച്ചു പറയുമെന്നാണ്. വഖാല റസൂലു യാ ഖൗമി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. ഇവര് ആപത്തിലേക്കും വിപത്തിലേക്കും ആപതിക്കാനുള്ള ഒരൊറ്റ കാരണം റബ്ബേ വിശുദ്ധ ഖുർആനെ ഇവര് വിട്ടെറിഞ്ഞു എന്നത് മാത്രമാണ്. അങ്ങനെ പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഖുർആനോട് നമ്മൾ നീതി പുലർത്തുക. അതാണ് ഏറ്റവും വലിയ ദിക്ർ. ദിക്റിനായി നമ്മൾ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുക. പിന്നെയോ വൽ ഫിക്റു താം, പൂർണ്ണമായ ഫിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ, നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അല്പം മാറ്റിവെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അതാണ് യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ നോമ്പുകളായി തീരുക. അല്ലാഹു അത്തരത്തിലുള്ള നോമ്പുകളാക്കി നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ മാറ്റി തീർക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മ എല്ലാ നിലക്കും നമ്മുടെ ഒരുപാട് സുത്യർഹമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും ഒന്നിച്ചു നിന്നാൽ നമുക്കൊക്കെ പലതും എവിടെയും നാട്ടിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നാട്ടിലൊക്കെ വളരെ ബീഭത്സമായ സന്ദർഭമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം തീവ്രവാദത്തിന്റെ ഇരകളായ മുസ്ലിം വിഭാഗം മാറ്റി തീർക്കപ്പെടുന്ന ഒരു കാലഘട്ടം. എന്തിന്? തങ്ങളുടെ നിക്ഷിപ്തമായ കാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദം കുത്തിവെച്ച് മനസ്സുകളെ ഭിന്നിപ്പിക്കുകയും ശത്രുതയും സ്പർദ്ധയും വളർത്തുകയും ചെയ്യുക. ഇന്നേ വരെ തീവ്രവാദം എന്തെന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത കിഴക്കനേറനാടിന്റെ മണ്ണിൽ നിന്ന് പോലും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പൂക്കോട്ടുംപാടത്ത് നടന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പട്ടാപ്പകൽ അവിടെ ക്ഷേത്രത്തിൽ പോയി വിഗ്രഹങ്ങൾ തച്ചുടച്ച് കൃത്യമായ അജണ്ടയോടുകൂടെ ഫാസിസ്റ്റ് സംഘ പരിവാര ശക്തികൾ ഇവിടെ നമ്മുടെ കേരളക്കരയെപ്പോലും മലീമസമാക്കി അവിടെ ചിന്ന ഭിന്നമാക്കി നമുക്കിടയിൽ സ്പർദ്ധയും ശത്രുതയും വളർത്താൻ വേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരൊറ്റ യാഥാർത്ഥ്യം വിഘടിച്ചു നിൽക്കാതെ എന്തൊക്കെ ആശയ വൈജാത്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിലകൊള്ളാൻ നമ്മളൊക്കെ തയ്യാറാവണം. ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഐക്യത്തിന്റെ സന്ദേശമാണ് KMCCക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഇഫ്താറിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന ഇതുമായി സഹകരിച്ച നിങ്ങളെല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള ആത്മാർത്ഥമായ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഇതിനുവേണ്ടി ഒരുപാട് ആത്മാർത്ഥമായി സഹകരിച്ച